അപ്പോൾ നമ്മളിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഏൺ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഷോപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുക. ആ ഷോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഷോപ്പിങ്ങിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഞാനും കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ ഓപ്ഷൻസാണ് വരുന്നത്. നമുക്ക് ഒരു സ്റ്റോർ, അതായത് നമ്മുടെ തന്നെ സ്റ്റോർ ഉണ്ടെങ്കിൽ, സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അതല്ലാതെ ബാക്കിയുള്ള സൈറ്റുകളുടെ പ്രൊഡക്റ്റ്, ഫ്ലിപ്കാർട്ട്, ബാക്കിയുള്ള അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏണിൽ ക്ലിക്ക് ചെയ്യുക, ഷോപ്പിങ്ങിൽ പോവുക. അപ്പോൾ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ താഴെയുള്ള കണക്ട് യുവർ ഷോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പം ശ്രദ്ധിക്കുക, ജോയിൻറ്റ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്നുള്ള ആ ഒരു ഓപ്ഷൻസ് ഇതിൽ സ്ക്രീനിൽ തെളിഞ്ഞ് കാണണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ നോക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എത്ര നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ മിന്ത്ര, ബാക്കിയുള്ള സൈറ്റിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് നമുക്കിവിടെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. ജോയിൻറ്റ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഏൺ കമ്മീഷൻ ഫ്രം എന്നുള്ള ആ ഒരു ഓപ്ഷൻസ് ടേൺ ഓൺ കൊടുക്കുക. അപ്പം കുറച്ച് സ്ക്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അവിടെ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വേറെ പേജിലോട്ട് പോകും. ഇവിടെ ഓട്ടോമാറ്റിക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ടാഗാവും. അതല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ടിക്ക് കളയുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ടാഗ് ചെയ്യാൻ ട്രൈറ്റ് ഔട്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ട്രൈറ്റ് ഔട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസ് ചെയ്തിരിക്കുന്നതിൽ ഇപ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫ് മാട്രസിൻ്റെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പി ഹെഡിൻ്റെ ഒരു മാട്രസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാഗ് പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മുകളിലായിട്ട് സെർച്ച് പ്രൊഡക്റ്റ് എന്ന അവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണോ കറക്റ്റായിട്ടുള്ളത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം താഴെ നമുക്ക് ലഭിക്കുന്ന കമ്മീഷൻ 4%, അതുപോലെ തന്നെ 11%, അങ്ങനെ എല്ലാ സൈറ്റിൻ്റെയും അവരുടെ പെർസെൻറ്റേജ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ താഴെയായിട്ട് ടാഗ് എന്ന് പറഞ്ഞ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം മുകളിലായിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് ടാഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അത് എടുക്കണം.